ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു സിമ്പിൾ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊക്കെ വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ടൊരു 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടൊക്കെ പോയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, ഒരു പൊട്ടറ്റോ അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ ചിക്കൻ കറി റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. കറി എന്തായെന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 300 ഗ്രാം ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അത്യാവശ്യം നല്ല തിക്നെസ്സോടെയാണ് കേട്ടോ ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ചിക്കനൊക്കെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ചോറിനൊപ്പം മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. കറി എന്തായെന്ന് തുറന്നു നോക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ ഒരു നാടൻ ചിക്കൻ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ നാടൻ ചിക്കൻ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.